നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഇന്ന് പലരും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമുക്ക് ആദ്യമൊന്നും ലക്ഷണങ്ങൾ കാണിക്കുന്നത് തിരിച്ചറിയില്ല. എന്തെങ്കിലും കാരണത്തിൽ മുടികൊഴിച്ചിൽ മൂലമോ അല്ലെങ്കിൽ ക്ഷീണം മൂലം, കൈകാലുകളിൽ തരിപ്പ് മൂലം, ബോണുകൾക്ക് പെയിൻ മൂലമൊക്കെ നമ്മൾ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുക വിറ്റാമിൻ ഡി നമുക്ക് ഭയങ്കര കുറവാണ് എന്ന്. വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി അത് സാരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ അളവ് കുറയും, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയും, ശരീരത്തിലെ ബോണുകളും പല്ലിൻ്റെയൊക്കെ ബലക്ഷയം ഉണ്ടാവും. കുട്ടികളിൽ റിക്കറ്റ്സ് പോലുള്ള രോഗം വരുന്നത് എല്ലുകളുടെ ഈ ബലക്ഷയം മൂലമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ കൂടുന്നത്? ഒന്നാമത്തെ കാരണം നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ട് തന്നെ ആർക്കും സൂര്യപ്രകാശത്തിലൂടെ കിട്ടേണ്ട വിറ്റാമിൻ ഡി കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്ന ഒരു നാച്ചുറൽ സോഴ്സാണ് നമ്മുടെ സൂര്യപ്രകാശം എന്ന് പറയുന്നത്. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ, ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ വണ്ടിയിൽ കയറുന്നു, ഓഫീസിൽ ഇറങ്ങുന്നു, അവിടുന്ന് വർക്ക് കഴിഞ്ഞ് അതുപോലെ തന്നെ വണ്ടിയിൽ തിരിച്ച് വീട്ടിലെത്തുന്നു. ഇനി വീട്ടിൽ അമ്മമാരാണെങ്കിൽ അവരുടെ വീട്ടിലെ പണി കഴിയുമ്പോൾ തന്നെ ഒരു 10-10:30 ആവും. ഇപ്പം രാവിലെ കൊള്ളേണ്ട ഇളം വെയിൽ, ഒരു 10:30 വരെ നമ്മൾ കൊള്ളേണ്ട ഇളം വെയിൽ നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നേ ഇല്ല. അതുമൂലം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ പല സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു വിടലുണ്ട് വിറ്റാമിൻ ഡി ചെയ്തിട്ട് വാങ്ങും. അപ്പം തന്നെ നമുക്കറിയാം അവർക്ക് എത്രത്തോളം വിറ്റാമിൻ ഡി കുറവാണ്. അപ്പം എന്നും ഡെയിലി നമ്മൾ സൂര്യപ്രകാശം കൊള്ളുക എന്ന് പറയുന്നത് പലർക്കും പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് ഡെയിലി റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആവുക, വിറ്റാമിൻ ഡി ഡെയിലി ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുക നോക്കാം. ഒന്നാമതായിട്ട് വിറ്റാമിൻ ഡിൻ്റെ ഒരു നല്ലൊരു സോഴ്സാണ് പാല് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പശുവും പാലാണ് ദഹനത്തിന് ഏറ്റവും നല്ലത്. പാലിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ട വിറ്റാമിൻ ഡിയുടെ 30% നമുക്ക് പാലിൽ നിന്ന് തന്നെ കിട്ടും. ഇനി പാല് കുടിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ഡെയിലി കഴിക്കേണ്ട ഒരു സാധനമാണ് തൈര്. തൈരിലും ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ ഒരു 20% നമുക്ക് തൈരിൽ നിന്ന് കിട്ടും വിറ്റാമിൻ ഡി. അതുപോലെ തന്നെ തൈര് ദഹനത്തിന് നല്ലതാണ്. തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, ഞാൻ ലിങ്ക് മോളിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തൈര് പ്ലെയിൻ ആയിട്ട് കഴിക്കാം, ഇല്ല എങ്കിൽ സാലഡ്സിലും അല്ലെങ്കിൽ മോരും വെള്ളമായിട്ട് ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മോരുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനം നന്നായിട്ട് നടക്കും. നമ്മുടെ കുടലിൽ നല്ല ഇനം ബാക്ടീരിയ ഉണ്ടാവാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിൻ്റെ നല്ലൊരു സോഴ്സാണ് സോയാ മിൽക്ക്. സോയാ മിൽക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സോയ പ്രൊഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു 15-20% വരെയുള്ള ഡെയിലി റിക്വയർമെൻറ്റ് കവർ ചെയ്യും. സോയാ മിൽക്കിലൂടെ കിട്ടുന്ന വിറ്റാമിൻ ഡി നമുക്ക് ബോൺ വേസ്റ്റിംഗ് തടയാനും കാവിറ്റീസ് ഉണ്ടാവാണ്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് മഷ്റൂം, കൂണുകളിൽ ധാരാളം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വിറ്റാമിൻ ഡി നല്ല രീതിയിൽ ആഗിരണം ചെയ്യണമെങ്കിൽ ശരീരത്തിൽ ആവശ്യത്തിന് മഗ്നീഷ്യം വേണം. അതുപോലെ തന്നെ നമ്മൾ കാൽസ്യം കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലിനൊക്കെ വേദന വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും കാൽസ്യം കുറവാണ്, കാൽസ്യം കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കാൽസ്യം ടാബ്ലറ്റ് എടുത്താലും ഭക്ഷണം കഴിച്ചാലും കാൽസ്യം ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ ഡിയും ആവശ്യമാണ്. അപ്പോൾ ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണവും നിങ്ങൾ കഴിക്കണം, കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണവും വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണവും കഴിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലവും അതുമൂലം ഉണ്ടാവുന്ന ബാക്കിയുള്ള അസുഖങ്ങളും കുറഞ്ഞു കിട്ടുള്ളൂ. കൂണുകളിൽ നല്ലോണം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സീസണിലും നമുക്ക് കൂണുകൾ അവൈലബിൾ അല്ല, പക്ഷേ കിട്ടുന്നവർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ഫാറ്റി ഫിഷുകൾ നല്ലൊരു സോഴ്സാണ്, മുട്ട നല്ലൊരു സോഴ്സാണ്, മുട്ടയിൽ ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൽ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പഴം എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിൽ വിറ്റാമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും ഉണ്ട്. അപ്പോൾ ഓറഞ്ച് കഴിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ സിയും കിട്ടും, വിറ്റാമിൻ ഡിയും കിട്ടും. കൂടാണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഏത്തപ്പഴം അല്ലെങ്കിൽ ചെറുപഴം കഴിക്കുകയാണെങ്കിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുമൂലം വിറ്റാമിൻ ഡി ആഗിരണം ചെയ്യാനുള്ള മഗ്നീഷ്യവും നിങ്ങളുടെ ശരീരത്തിന് കിട്ടും. വിറ്റാമിൻ ഡിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് വീഡിയോ എൻഡിൽ ഞാൻ കൊടുത്തിരിക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം.